ഹായ് ഓൾ, സ്റ്റെപ്പ് ടു സക്സസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പേപ്പർ 2 ടോപ്പിക്കായ ഗവേണൻസിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിലബസിൽ 10 മാർക്കിന് ചോദിക്കുന്ന ഒരു സെക്ഷനാണ് ഗവേണൻസ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സോ ഗവേണൻസ് ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമതയും വേഗതയും വർദ്ധിപ്പിച്ച് പൊതുജന സേവനങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കാനായി ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ ഭരണനവീകരണം. ഭരണനവീകരണത്തിനായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. സോ ഒന്നുകൂടി നോക്കാം. ഗവേണൻസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഭരണ നവീകരണത്തിനായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗവേണൻസ്. സർക്കാർ സേവനങ്ങൾ, വിവര കൈമാറ്റം, ഇടപാടുകൾ, മുൻപ് നിലവിലുണ്ടായിരുന്ന സേവനങ്ങളുടെയും വിവര പോർട്ടലുകളുടെയും സംയോജനം എന്നിവയ്ക്കായി വിവരസാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തെ ഗവേണൻസ് എന്ന് നിർവചിക്കാം. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡെഫിനിഷനാണ് രണ്ടാമത് കൊടുത്തേക്കുന്നത്. എന്താണ്? സർക്കാർ സേവനങ്ങൾ, വിവര കൈമാറ്റം, ഇടപാടുകൾ, മുൻപ് നിലവിലുണ്ടായിരുന്ന സേവനങ്ങളുടെയും വിവര പോർട്ടലുകളുടെയും സംയോജനം എന്നിവയ്ക്കായി വിവര സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തെയാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ എന്താണ്? ഭരണപരിഷ്കാരങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തെ എന്തെന്ന് പറയാം? ചുരുക്കത്തിൽ ഗവേണൻസ് എന്ന് പറയാം. ഗവേണൻസിലെ എന്നത് ഇലക്ട്രോണിക് എന്നാണ് അർത്ഥമാക്കുന്നത്. തെരഞ്ഞെടുപ്പുകൾ, സെൻസസ്, ടാക്സ് അഡ്മിനിസ്ട്രേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി പ്രതിരോധം, സാമ്പത്തിക നിരീക്ഷണം, ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ആസൂത്രണം, വിന്യാസം എന്നീ മേഖലകളിലെ ആഭ്യന്തര സർക്കാർ ആപ്ലിക്കേഷനുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് 1970കളിൽ ഗവേണൻസ് ഇന്ത്യയിൽ ആരംഭിച്ചത്. സോ ഗവേണൻസിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഏത് വർഷം മുതലാണ്? 1970 കാലഘട്ടങ്ങളിലാണ്. ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഏകജാലക അപേക്ഷ, വിവിധതരം ഓൺലൈൻ അപേക്ഷകൾ തുടങ്ങിയവ ഗവേണൻസിന് ഉദാഹരണങ്ങളാണ്. സോ നമുക്കറിയാം ഹയർ സെക്കൻഡറി പ്രവേശനം ഒക്കെ ഇപ്പോൾ എന്താണ്? ഓൺലൈൻ മീൻസ് ഏകജാലക അപേക്ഷ വഴിയാണ് സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് പല സേവനങ്ങളും, ഗവൺമെൻറ്റിൽ നിന്നുള്ള പല സേവനങ്ങളും നമുക്ക് ഓൺലൈനായിട്ടാണ് ലഭ്യമാകുന്നത്. ഇതൊക്കെ ഗവേണൻസിന് ഉദാഹരണങ്ങളാണ്. ഗവേണൻസ് അടിസ്ഥാനപരമായി സ്മാർട്ട് ഭരണത്തിലേക്കുള്ള ഒരു നീക്കമാണ്. ലളിതവും ധാർമ്മികവും ഉത്തരവാദിത്വമുള്ളതും പ്രതികരിക്കുന്നതും സുതാര്യവുമായ ഭരണം. സ്മാർട്ട് എന്നാണ് അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സ്മാർട്ടിൻ്റെ എക്സ്പാൻഷൻ നോക്കാം. എസ് ഫോർ സിമ്പിൾ, എം ഫോർ മോറൽ ആൻഡ് എ ഫോർ ആക്സസിബിൾ, ആർ ഫോർ റെസ്പോൺസീവ് ആൻഡ് ടി ഫോർ ട്രാൻസ്പാരൻറ്റ് ഗവേണൻസ്. അതാണ് സ്മാർട്ട് ഗവേണൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത നെക്സ്റ്റ് നമ്മുടെ മുൻ രാഷ്ട്രപതിയായ APJ അബ്ദുൽ കലാമിൻ്റെ കോട്ട്സ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെൻറ് പദ്ധതി, എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ, എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവും ഇല്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി എന്നാണ് ഗവേണൻസിനെ കുറിച്ച് ഡോക്ടർ APJ അബ്ദുൽ കലാം അഭിപ്രായപ്പെട്ടത്. കോഡ്സ് കഴിഞ്ഞ വർഷത്തെ 10ാം ക്ലാസ്സിലെ, ഇപ്പോൾ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന ചാപ്റ്ററിൽ കോഡ്സ് വരുന്നതാണ്. നെക്സ്റ്റ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഗവേണൻസിൻ്റെ പ്രധാന ആശയങ്ങൾ. എന്തൊക്കെയാണ് ഗവേണൻസിൻ്റെ പ്രധാന ആശയങ്ങളെന്ന് നോക്കാം. അഡ്മിനിസ്ട്രേഷൻ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ സംസ്ഥാന ഭരണ നവീകരണത്തിനായി ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഉപയോഗം. സോ ഭരണ നവീകരണത്തിനായി അവിടെ നമ്മൾ എന്താണ്? ഇൻഫോർമേഷൻ ആൻഡ് ടെക്നോളജി യൂസ് ചെയ്യുന്നു. അതിനെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സേവനങ്ങൾ എന്താണ്? സേവനങ്ങൾ സംസ്ഥാനത്തെ പൗരന്മാരുമായി അടുപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. പൗരന്മാരെ തമ്മിൽ അടുപ്പിക്കുക എന്നതാണ് സേവനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഓൺലൈൻ സേവനങ്ങൾ നൽകൽ. പലതരത്തിലുള്ള ഓൺലൈൻ സേവനങ്ങളും ഇന്ന് ലഭ്യമാകുന്നുണ്ട്. അതൊക്കെ സേവനങ്ങൾക്ക് ഉദാഹരണമാണ്. അഡ്മിനിസ്ട്രേഷനും സേവനങ്ങളും ചേർന്ന് ഗവൺമെൻറ് എന്ന് അറിയപ്പെടുന്നു. ഗവൺമെൻറ് എന്ന് പറയുന്നത് അവിടെ അഡ്മിനിസ്ട്രേഷനും സേവനവും ചേർന്നതാണ്.
ഈ ഗവേണൻസ് സമൂഹത്തിൻ്റെ ആശയങ്ങൾ പരിഹരിക്കാനുള്ള സർക്കാരിൻ്റെ കഴിവ് മെച്ചപ്പെടുത്തുന്നതിനുള്ള സംവിധാനം. ഈ ഗവേണൻസിന് ഒരുപാട് ഡെഫിനിഷൻ നമ്മൾ കണ്ടു. പലതരത്തിലും നമുക്ക് ഈ ഗവേണൻസിനെ ഡിഫൈൻ ചെയ്യാം. ഇവിടെ ഈ ഗവേണൻസ് പറഞ്ഞിരിക്കുന്നത് സമൂഹത്തിൻ്റെ ആശയങ്ങൾ പരിഹരിക്കാനുള്ള സർക്കാരിൻ്റെ കഴിവ് മെച്ചപ്പെടുത്തുന്നതിനായുള്ള സംവിധാനം. നമ്മൾ കൺസെപ്റ്റ് എന്തായാലും ഇത് കാണാതെ പഠിക്കേണ്ടതൊന്നല്ല. നമ്മൾ കൺസെപ്റ്റ് ക്ലിയർ ആക്കി മൈൻഡിൽ വെക്കേണ്ടതാണ്. ഇതിൻ്റെ ആശയങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊണ്ടിരിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. എക്സാമിന് നമ്മൾ അങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഈ ഡെമോക്രസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും സംസ്ഥാന ഭരണങ്ങളിൽ പങ്കാളിയാകാനുള്ള കഴിവ് സുഗമമാക്കുന്നതിനായി ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ ഉപയോഗം. സോ സംസ്ഥാന ഭരണങ്ങളിൽ പങ്കാളിയാകാനുള്ള കഴിവ് സുഗമമാക്കുന്നതിനായിട്ടുള്ള ഉപയോഗത്തെയാണ് ഈ ഡെമോക്രസി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഈ സൊസൈറ്റി സമൂഹത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ബാഹ്യ ഇടപെടലാണ് ഈ സൊസൈറ്റി എന്ന് പറയുന്നത്. ഈ ഗവേണൻസിലെ ആശയങ്ങൾ ജനങ്ങളുടെ പങ്കാളിത്തത്തിന് ഊന്നൽ നൽകുന്നു. സോ ആശയങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ആശയങ്ങളാണ് പഠിച്ചത്? 6 ആശയങ്ങൾ പഠിച്ചു അല്ലേ? ഈ അഡ്മിനിസ്ട്രേഷൻ, ഈ സേവനങ്ങൾ, ഈ ഗവേണൻസ്, ഈ ഡെമോക്രസി, ഈ സൊസൈറ്റി, 5 ആശയങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. സോ അതിൽ ഈ ഗവൺമെൻറ് എന്ന് വെച്ചാൽ എന്താണ്? ഈ അഡ്മിനിസ്ട്രേഷനും ഈ സേവനങ്ങളും ചേർന്നതാണ് ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഈ ഗവേണൻസിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം. പൗരന്മാർക്ക് മെച്ചപ്പെട്ട സേവനം, സുതാര്യത, ഉത്തരവാദിത്വം, സർക്കാരിലെ അഴിമതി കുറയ്ക്കുക, വിവരങ്ങളിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കുന്നു, സേവനങ്ങളുടെയും വിവരങ്ങളുടെയും വേഗത്തിലുള്ള ഭരണം ഉറപ്പാക്കുക. നെക്സ്റ്റ്, കേന്ദ്ര സംസ്ഥാനങ്ങൾക്കിടയിലും അന്തർ സംസ്ഥാനങ്ങൾക്കിടയിലും ഗവൺമെൻറ്റിനുള്ളിൽ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക. അടുത്ത ഈ ഗവേണൻസിൻ്റെ ഒരു പ്രധാന ഉപയോഗമാണ് കേന്ദ്ര സംസ്ഥാനങ്ങൾക്കിടയിലും അന്തർ സംസ്ഥാനങ്ങൾ, അതായത് സംസ്ഥാനങ്ങൾ തമ്മിലും കേന്ദ്രവും സംസ്ഥാനങ്ങൾ തമ്മിലും ഉള്ള കാര്യക്ഷമത മെച്ചപ്പെടുത്താൻ ഈ ഗവേണൻസ് സഹായിക്കുന്നു. ഈ ഗവേണൻസ് പദ്ധതിക്ക് ഒരു ജനകീയ മുഖം ഉണ്ടായിരിക്കണം. ഇത് ഭരണനിർമ്മാണം എളുപ്പമാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥ ശ്രേണിയിലുള്ളവർ വേണ്ടി മാത്രമുള്ളതാവരുത്. സോ നമ്മുടെ ഭരണരംഗത്തെ ഉദ്യോഗസ്ഥരിൽ മാത്രം ചുരുങ്ങുന്ന ഒന്നായി മാറരുത് ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. ഇതിൽ മുഴുവൻ ജനപങ്കാളിത്തവും ഉൾക്കൊള്ളിക്കേണ്ടതാണ്. നെക്സ്റ്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഈ ഗവേണൻസ് 2 തരമാകാം. ഒന്ന്, ജനങ്ങൾക്ക് നേരിട്ട് ഉപയോഗപ്പെടുന്നതും രണ്ടാമത്തേത് ഉന്നത ശ്രേണിയിലുള്ള ഭരണ ഉദ്യോഗസ്ഥ വിഭാഗത്തിന് ഭരണനിർമ്മാണം എളുപ്പമാക്കുന്നതിനും. സോ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പഞ്ചായത്ത്, വില്ലേജ് ഓഫീസ് അതുപോലുള്ള മറ്റ് സ്ഥലങ്ങളിൽ ഒക്കെ ഈ ഗവേണൻസ് 2 തരമാകാം. എങ്ങനെയാണ് പറയുന്നത്? ഒന്ന്, ജനങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്നതും രണ്ടാമത്തേത് ഉന്നത ശ്രേണിയിലുള്ള ഭരണ ഉദ്യോഗസ്ഥ വിഭാഗത്തിന് ഭരണനിർമ്മാണം എളുപ്പമാക്കുന്നു. ഒന്ന് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതും ഒന്ന് ഭരണ ഉദ്യോഗസ്ഥ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ളതും ആയിരിക്കണം എന്നാണ് പറയുന്നത്. ജനങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഈ ഗവേണൻസിനാണ് ഭരണ സുതാര്യത ഉറപ്പുവരുത്താനും പദ്ധതികൾക്കൊരു ജനകീയ മുഖം വരുത്തുവാനും സാധ്യത. സോ ജനങ്ങളുടെ പങ്കാളിത്തം, മുൻപ് പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളുടെ പങ്കാളിത്തം ഉപയോഗപ്പെടുത്തുന്ന ഈ ഗവേണൻസിനാണ് കൂടുതൽ സുതാര്യതയും ജനകീയ മുഖവും വരാൻ സാധ്യത. ഇൻ്റർനെറ്റ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമികമായ അറിവ്, ഈ സാക്ഷരത നമുക്കറിയാം, നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു ടേമാണ്. ഇൻ്റർനെറ്റ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമികമായ അറിവിനെയാണ് ഈ സാക്ഷരത എന്ന് പറയുന്നത്. വിവിധ സർക്കാർ വകുപ്പുകൾ നൽകി വരുന്ന എല്ലാ സേവനങ്ങളും പൊതുജനങ്ങൾക്കായി ഒരു പോർട്ടലിലൂടെ ലഭ്യമാക്കുക എന്ന ആശയം മുൻനിർത്തി നാഷണൽ ഇ ഗവേണൻസ് പദ്ധതിയുടെ ഭാഗമായി 2012 ആരംഭിച്ച പദ്ധതി സ്റ്റേറ്റ് പോർട്ടൽ, സ്റ്റേറ്റ് സർവീസ് ഡെലിവറി ഗേറ്റ്വേ. എന്താണ് സ്റ്റേറ്റ് സർവീസ് ഡെലിവറി ഗേറ്റ്വേ എന്ന് പറയുന്നത്? 2012 ആരംഭിച്ച പദ്ധതിയാണ്. അതിൻ്റെ ലക്ഷ്യം എന്താണ്? വിവിധ സർക്കാർ വകുപ്പുകൾ നൽകി വരുന്ന എല്ലാ സേവനങ്ങളും പൊതുജനങ്ങൾക്കായി ഒരു പോർട്ടലിൽ കൂടി ലഭ്യമാക്കുക. സോ എല്ലാ സേവനങ്ങളും ഒറ്റ പോർട്ടലിൽ കൂടി ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് 2012 ആരംഭിച്ച സ്റ്റേറ്റ് പോർട്ടൽ, സ്റ്റേറ്റ് സർവീസ് ഡെലിവറി ഗേറ്റ്വേ. അടുത്ത് ഇ പോസ് മിഷൻ എന്താണെന്ന് നോക്കാം. റവന്യൂ വകുപ്പിൽ ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ വിപ്ലവകരമായ മാറ്റമാണ് ഇ പോസ് മിഷൻ. റവന്യൂ വകുപ്പിലാണ് ഇ പോസ് മിഷൻ
കൊണ്ടുവന്നത്. റവന്യൂ വകുപ്പിൽ ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ വിപ്ലവകരമായ മാറ്റമാണ് ഇ പോസ് മെഷീൻ. സോ ഇത് ഇ ഗവേണൻസിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. നെക്സ്റ്റ് തുടർന്നുള്ള വീഡിയോസിൽ നമ്മൾ അടുത്ത പാർട്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക.